അപ്പോൾ ഡേ 1 ഇൻ മണാലി. ഇങ്ങനെ വെക്കാൻ പോലെ അറിയാത്ത ടീംസിനെ മണാലി പോണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് ഒന്നായിരുന്നു മണാലി. അപ്പോൾ 2.5 മാസം നമ്മൾ ബുക്ക് ചെയ്താണ്. നമുക്ക് ഇപ്പോഴാണ് ടിക്കറ്റൊക്കെ കിട്ടണത്. അപ്പോൾ ഒരു മണാലിൻ്റെ ഫുൾ വ്ലോഗ് ചെയ്യാനുള്ള ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അല്ലാതെ നമ്മൾ ഡേ ബൈ ഡേ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അതെ അതെ. ദർശി ഇത് ജിത്തു, നമ്മൾ 3 പോണ്. പാക്കേജ് എടുത്തിട്ട് പോകണം. ഹായ് പറയണ. ഹായ് ഗൈസ്. ഈ മിഡിൽ ബെർത്ത് ഇല്ലേ, ഇവിടെ എങ്ങനെ കടന്നു തുടങ്ങുന്നത്? ഈ മിഡിൽ ബെർത്ത് ഇങ്ങനെ വെക്കാൻ പോലെ അറിയാത്ത ടീംസിനെ മണാലി പോണ്. അവിടെ എത്തൂ അല്ലേ? നോക്ക്, ഇതിൽ കയറിട്ട് പോകാൻ പറയണേ. ഇപ്പൊ മിററൊക്കെ ഉണ്ടല്ലോ, അതിക്കപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മിസ്സായ നിങ്ങൾക്ക് അത് മിസ്സായത് ഭയങ്കര കോമഡി ആയിരുന്നു. ഗായ്സ്, നമ്മളങ്ങനെ ഡൽഹി എത്തിയിട്ടുണ്ട്. അതെ, അത്യാവശ്യം നല്ല തണുപ്പ് തന്നെ ഉണ്ട് അല്ലേ? നല്ല ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യ ഗേറ്റ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് മെട്രോ കയറിയിട്ട് കുത്തബ് മിനാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുത്തബ് മിനാർ, ഇന്ന് ഫുൾ നമ്മൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യും. എന്നിട്ട് ഇന്ന് രാത്രി നമ്മൾ മണാലിക്ക് കയറുന്നത്. ഇന്ന് രാത്രി മണാലിക്ക് കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെ എത്തുന്നല്ലോ പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എത്തും. അപ്പോൾ ഗായ്സ്, കുറച്ച് എന്താ പറയുക, കുത്തബ് മിനാറിൻ്റെ വ്യൂ എന്താ പറയുക എന്തൊക്കെ പറഞ്ഞ. അതെ, കുത്തബ് മിനാറിന്റെ കുറച്ച് വിഷ്വൽ കാണിച്ചു തരാം. എനിക്കൊരു വീഡിയോ എടുത്ത് തരാറുണ്ട്. അതെ, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളി, നല്ല ക്ലൈമറ്റ്, ഉഷാറ്. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഇന്ന് രാവിലെ എത്ര മണിക്ക് എത്തുക നിങ്ങളേട്ടാ? എത്ര മണിക്ക് എത്തുക? 8 മണിയാകുമ്പോൾ മണാലി എത്തും. ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ മരവിച്ച് പുറത്തിറങ്ങിയപ്പോ ചായ കുടിക്കിറങ്ങിയാണ്. ഇപ്പോ ഇതിപ്പോ ഇതേ സ്ഥലം നിങ്ങളേട്ട? ഇതേ സ്ഥലം ഇത് ഹരിയാന. ഇപ്പൊ നമ്മളെ ഹരിയാനയാണ്. ഇപ്പോ ബാക്കി വിഷ്വൽസ് നമ്മൾ രാവിലെ മണാലി നമ്മൾ എന്തായാലും കാണിക്കണ്ട കേട്ടോ. അപ്പോൾ മണാലി കാണിച്ചുതരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഡേ 1 ഇൻ മണാലി. ഇപ്പോൾ നമ്മളൊക്കെ മണാലി എത്തി. അത്യാവശ്യം നല്ല തണുപ്പനുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇന്നലെ രാത്രി നമ്മൾ എത്ര മണിക്ക് എത്തി? അവിടെ നിൽക്കണം വ്ളോഗില്. നമ്മള് രാവിലെ എപ്പോഴെത്തി? രാവിലെ 7:30 ആകുമ്പോൾ എത്തി. ആ, മറ്റാള് വിചാരേ ഇതൊക്കെ മെയിൻ ആവുന്നതാ ഐസൊക്കെ എടുത്ത് എറിയണത്. പോവാടാ. കള്ളക്കടയാടി കരിമ്പാറ. വേണ്ട വ്ളോഗിലേക്ക് വാ ഗൈസ്. ഇതാണ് സ്വാതിക, കാണില്ലേ? ഇത് സ്വാതികന്റെ സിസ്റ്റർ സ്മൃതിക. അപ്പോൾ ഗൈസ്, ഇനി മണാലത്ത് കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മള് കോട്ടൊക്കെ സെറ്റായി. അതെ, ഇവിടുന്ന് റെന്റിന് 250 റുപ്പീസിന് റെന്റൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ആ, സോക്സ് എക്സ്ട്രാ 100 പേ ചെയ്യണം. ഇത് നമ്മളിപ്പോ സ്നോ മൗണ്ടനിക്ക് പോവാണ്. നമ്മളിവിടെ റൂമിന്റെ അടുത്ത് ചേച്ചിന്റെ കടയിൽ മാഗി കഴിക്കാൻ വന്നിട്ടാണ്. 50 രൂപ വെജിറ്റബിൾ മാഗി അല്ലേ? അപ്പോ ചേച്ചി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വൈബ് ചേച്ചിയാണോ? പാട്ടൊക്കെ വെച്ചാൽ നിൽക്കണോ? പാട്ട് എടുക്കുന്നതൊക്കെ പക്ഷെ നല്ല വില ഉണ്ട് കേട്ടോ. മണാലി ഡേ 2. അപ്പം നമ്മളിന്നൊരു ടെമ്പിൾക്ക് വന്നിക്കാണ്. ഭയങ്കര നല്ല ഒരു മലൻ്റെ മുകളിൽ ടെമ്പിള്. ഭയങ്കര രസമുണ്ട് വ്യൂ ഇവിടുന്ന് കാണാൻ. ഗൈസ്, ഞങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെ എങ്ങനെ ഉണ്ട് ടെമ്പിൾ? എങ്ങനെ ഉണ്ട്? ഹർഷേ, ടെമ്പിൾ എങ്ങനെ ഉണ്ട്? അതേപോലെ ഇവിടെ 100 രൂപയ്ക്ക് ഡ്രസ്സ് റെന്റിന് കിട്ടുക. അപ്പോൾ എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കണം കൂടാ. എല്ലാവരും ഇവിടുത്തെ ആ കോസ്റ്റ്യൂം ഉണ്ടാവില്ലേ, ആ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂം, അതിൽ ഫോട്ടോ എടുക്കുന്ന സംഭവം അല്ലേ? പക്ഷെ നമ്മൾ ഇട്ടില്ല. ഗൈസ്, അതുപോലെ ഇന്നലത്തെ പോലെ തണുപ്പാണ് വിചാരിച്ചു നമ്മളിന്നും ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? വലിയ തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുപ്പുള്ളൂ. അതായത് നമ്മള് സാധാരണ നാട്ടിൽ തണുപ്പൊക്കെ പറയാല്ലേ, അത്രേ ഉള്ളൂ. ഇന്നിപ്പോ ഇങ്ങനത്തെ ജാക്കറ്റ് വേണ്ട, ഇങ്ങനത്തെ ഏരിയ കൊണ്ട് അറിയാം. വലിയ തണുപ്പൊന്നുമില്ല അർച്ചിയ, തണുപ്പ്. പക്ഷെ വ്യൂ നല്ല കിഡില വ്യൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ അതുപോലെ ട്രെക്ക് ചെയ്തിട്ട് ഓൾഡ് മണാലി കൊണ്ടൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ
അത് ചെമ്മരിയാട്ട് എന്നല്ല അതിന് പറയാ ഗൈസ്. കുറെ ചെമ്മരിയാട്ടിന് കാണിച്ചുതരാ ഗൈസ്. അതുപോലെ തന്നെ ഈ വില്ലേജിന്റെ ടോപ്പിലെത്തിയപ്പോഴേ ഒരു കാര്യം കാണിച്ചാൽ ഒരു സൈഡ് മഞ്ഞും ഒരു സൈഡ് മഞ്ഞും ഇല്ല. ഞാൻ ആ വ്യൂ കാണിച്ചു കേട്ടോ ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞാട്ടോ, അപ്പുറത്തെ മലയൊക്കെ ഫുള്ള് മഞ്ഞുണ്ട്, പക്ഷെ ഇവിടെ മഞ്ഞില്ല. അതങ്ങനെ ഗൈസ്. അപ്പം നമ്മൾ ഒരു ടെമ്പിൾ കാണാൻ വന്ന അശ്വനാഥൻ ടെമ്പിൾ പറഞ്ഞിട്ട് വന്നപ്പോൾ എന്താ ക്ലോസ്ഡ് ആണ്, കാണാൻ പറ്റിയില്ല. അപ്പോൾ ജിത്തൊരു സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ നമ്മൾ സ്വീറ്റ് കോൺ മേടിച്ചിട്ട്, സ്വീറ്റ് കോൺ അല്ലേ പെരി പെരി അല്ലേ, ഭയങ്കര സ്വീറ്റ് ഒന്നുമില്ല. മസാല ഒന്നും ഇട്ടില്ല, പൊടിയൊന്നും ഇട്ടില്ല. അപ്പോൾ ഗൈസ് ഇനി വൈകിട്ട് നമ്മൾ മറ്റേ പറവൊക്കെ പറക്കൂല, അങ്ങോട്ട് പോകണം. പിന്നെ മാർക്കറ്റിംഗ് പോകണ്ട അല്ലേ, ചെറിയ പർച്ചേസ് എന്തെങ്കിലും. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ ഗൈസ് അവിടെ കാണാം. നമ്മൾ മണാലിയിൽ നിന്ന് രാവിലെ തൊട്ട് എത്തിയത്, അപ്പോൾ പറയാൻ മറന്ന് എടുക്കാൻ പറ്റിയൊരു അവസ്ഥയല്ല, ഭയങ്കര ടയർഡായിരുന്നു, ഉറങ്ങിപ്പോയി. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ദയമ്മനെ കെട്ടിൽ നിൽക്കണ റിവറിൽ മറ്റേ പറവക്കന് പാറി പോകില്ലേ, അവിടെ എത്തിക്കാണ്. ജിത്തുണ്ട്, നിഖിലേട്ടൻ ഹായ് പറഞ്ഞ. അതെ, അർഷിയുണ്ട്, എല്ലാവരും ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് സൺസെറ്റിൻ്റെ വ്യൂ ഉണ്ട്, അത് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഒരു കുട്ടി വരുന്നുണ്ട്, ലൈറ്റ് പോയിട്ടില്ലെങ്കിൽ ഒരു കോണ്ടന്റ് എടുക്കുകയും ചെയ്യും. അപ്പോൾ ശരി, ഇമ്മനായിട്ട് മറ്റേ റിവറിന്റെ സെന്ററിൽ ഇരിക്കണേ. അർഷി എന്തിനു പറയടാ, നിഖിലേട്ടുണ്ട്. കുറച്ച് സാധനം കാണിച്ചു തരാം. ഹലോ ഗൈസ്, ഹലോ വെരി ഫ്രം ഗൈസ്. പ്രേതത്തിന് പേടിച്ചിട്ടേ എയർപോർട്ടിലേക്ക് പോകണമെന്നൊക്കെ. സംഭവം നമുക്ക് പേടിയൊന്നുമില്ല, എന്നാലും അങ്ങോട്ട് പോകണ്ട, പറഞ്ഞിട്ട് എയർപോർട്ടിൽ നിന്ന് പറയണേ. ഗായ്സ് അപ്പോൾ തിരിച്ച് കേരളത്തിലെത്തിയിട്ടുണ്ട്. ട്രെയിനൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നല്ല ടയർഡായിരുന്നു. പക്ഷേ ട്രെയിൻ രസമായിരുന്നില്ല. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, നാട്ടിൽ കുറേ ആൾക്കാർ, അവിടെ ഇവിടുന്ന് കുറേ ആൾക്കാരുണ്ടായിരുന്നു. കേരളത്തിലെ ട്രെയിൻ ആയതുകൊണ്ട് കേരളത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഹർഷിന് കരികിലത്താണ് ഇറങ്ങും, ജിത്തു മണ്ണാർക്കാട് ഇറങ്ങും, അതുകൊണ്ട് 5 മിനിറ്റ് ഞാനും ഇറങ്ങും. അപ്പോൾ ട്രിപ്പൊക്കെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഇനി പിന്നെ നമ്മുടെ ഒപ്പം ഉണ്ടായ നിഖിലേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ടേക്ക് ഓഫ് ഹോളിഡേസിന് ഒരു ഇതല്ലേ, സൂപ്പർ ആയിരുന്നല്ലേ, നല്ല രസമുണ്ടായിരുന്നു. ട്രിപ്പ് എൻജോയ് ചെയ്തു, കാരണം നമ്മുടെ വൈബ് ഇഷ്ടപ്പെട്ടില്ലേ. അപ്പോൾ ഗൈസ് പിന്നെ ഒരു വ്ളോഗായിട്ട് നമ്മൾ എത്തും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്, ബൈ.